നമുക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ വരുന്ന റിക്വസ്റ്റ് സസ്പീഷ്യസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇപ്പോൾ സൈബർ ക്രിമിനൽസ് നമുക്ക് ചില സമയത്ത് റിക്വസ്റ്റ് അയക്കും നമ്മുടെ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ സസ്പീഷ്യസ് ആണെന്ന് ചെക്ക് ചെയ്യാം. അവർ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഫിഷിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരു സിമ്പിൾ മെത്തേഡാണ്. ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞ് നമുക്കൊരു മെയിൽ വരും അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരും. ഇത് വരുന്ന സമയത്ത് നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൻസിറ്റീവ് ഡീറ്റെയിൽസ്, ഇപ്പോൾ യൂസർ നെയിമും പാസ്വേഡും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്കാണ് നമുക്ക് അവർ അയച്ചു തരുന്നെങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്രെഡൻഷ്യൽസ് കംപ്ലീറ്റ് അവർക്ക് കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ പ്രസൻസ് ഇല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അവർക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ റിക്വസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഡൗൺലോഡ് ചെയ്യാൻ വന്നാലും സൂക്ഷിച്ച് മാത്രമേ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അർജൻസി ഫീൽ ചെയ്യിപ്പിക്കുന്ന മെയിൽ അല്ലെങ്കിൽ മെസ്സേജസ് വരും. അതായത് നമുക്ക് ഒരു പ്രൈസ് മണി 24 മണിക്കൂറിനുള്ളിൽ അത് ആക്ടിവേറ്റ് ആക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ എന്ന് പറയുന്ന തരത്തിലുള്ള മെയിൽ വരും. അങ്ങനെയുള്ള മെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ സൂക്ഷിച്ച് മാത്രമേ അത് ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇങ്ങനെ മെയിൽ വന്നാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്യാം. അതിലിപ്പോൾ കണ്ടന്റിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു മെയിലാണ്. അതുപോലെ യൂഷ്വലി ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള കമ്പനീസ് എല്ലാം അവരുടെ മെയിൽ അയക്കുന്നത് സ്വന്തം ഡൊമൈനിൽ നിന്നായിരിക്കും. അപ്പോൾ അതും നമുക്ക് മെയിലിൻ്റെ കണ്ടന്റും മെയിൽ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കത് സസ്പീഷ്യസ് ആണോ എന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഒരു മെയിലോ മെസ്സേജോ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ലിങ്കോ അറ്റാച്ച്മെന്റോ നമ്മൾ ക്ലിക്ക് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം.